റാഫൽസ് ഹോട്ടലും സോഫിറ്റൽ ഹോട്ടലും വാഫി മാളും ഒക്കെയുള്ള ദുബായ് ഓടുമേത്തയിലുള്ള വാഫി സിറ്റിയാണിത്. ഇത് മുഴുവനായി ഈജിപ്ഷ്യൻ തീമിലാണ് ചെയ്തിരിക്കുന്നത്. പിരമിഡിൻ്റെ ഷേപ്പിലാണ് ഇതുള്ളത്. നമ്മൾ യൂറോപ്പിലേക്കൊക്കെ പോകാനൊക്കെയുള്ള വിസ എടുക്കുന്ന VFS Entry മാളിലാണുള്ളത് കേട്ടോ. നമ്മൾ ദുബായിൽ വാഫി മാളിലാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ വരുന്നത് കേട്ടോ. ഞാൻ എൻ്റെ പുറകിലൊരു ഫറവോ നിന്ന് നോക്കുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഈ മാള് നമുക്ക് ഈജിപ്ഷ്യൻ തീമിലാണ് പണി കഴിപ്പിച്ചേക്കുന്നത് കേട്ടോ. അടിപൊളിയാണ്. ഇതിൻ്റെ കയറി വരുമ്പം തന്നെ ഒരു മേൽക്കൂര ഇങ്ങനെ കാണുന്നത് നമുക്ക് ഫുള്ള് ഗ്ലാസ് പെയിൻറ്റ് കൊണ്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഫുള്ള് ഗ്ലാസ് പെയിൻ്റാണ് ഈജിപ്ഷ്യൻ തീമിലുള്ളത്. അത് സൺലൈറ്റും കൂടി അടിക്കുമ്പോഴത്തേനും ഓരോ പിക്ചറും ഭയങ്കര വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് മറ്റുള്ള മാളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഹാൻഡ് റെയിൽ വരെ അടിപൊളിയായിട്ട് വേറെ ഒരു ടൈപ്പിൽ ചെയ്തേക്കുന്ന കേട്ടോ. ഫുള്ള് ഇതൊരു സ്ക്വയർ പോലെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ട് കയറി വരാനൊക്കെ. ഇത് നോക്ക്, നമ്മൾ പുറകിലുള്ള ഈ ഷോപ്പ് അടിപൊളിയായിട്ടോ. ഇവിടെ ഷൂ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ എന്ത് രസം. അവിടെ ഒരു ഷൂ കാല് മസാജ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അത് അവർ വേണം ട്രൈ ചെയ്യണമെന്ന് നമ്മളോട് ചോദിച്ചു. നമ്മൾ ഷൂ മേടിക്കുന്നില്ലാത്തതുകൊണ്ട് പിന്നെ ട്രൈ ചെയ്യുന്നില്ലെന്ന് വെച്ചു. മൊത്തം ഇതൊക്കെ ഇരുന്ന് ചെരുപ്പിടാനൊക്കെയുള്ള സ്ഥലങ്ങളും സോക്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടേക്കുന്നതൊക്കെ നല്ല അടിപൊളി ഭംഗിയായിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. നമ്മൾ ഷൂ ഒന്നും തൽക്കാലം വാങ്ങുന്നില്ലാത്തതുകൊണ്ട് കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. എത്രയും പെട്ടെന്ന് നടുക്കായിട്ട് ഇരിക്കാനുള്ള ഏരിയ സെറ്റ് ചെയ്തേക്കുന്ന അടിപൊളി. നമുക്ക് സ്റ്റെപ്പിന് മേലെ നല്ല അടിപൊളി റോസപ്പൂക്കളൊക്കെ നോക്കുന്നുണ്ട്. ഒറിജിനൽ അല്ല, കാണാൻ നല്ല രസമുണ്ട്. ആ തൂണുകളൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇരിക്കാൻ നല്ല രാജകീയമായിട്ട് ഇരിക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടും. എൻ്റെ പുറകെ കാണുന്ന കഫേ നോക്ക്, മാന്നുള്ള ലെറ്റർ താണ്ട് മറിച്ച് കിടക്കുന്നു. ഈജിപ്തിലെ കൽബറിനീൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഇരിപ്പിടങ്ങളൊക്കെ നോക്കിക്ക്, ഡൗൺ സ്റ്റേഴ്സിലൊക്കെയുള്ള എല്ലാ ഇരിപ്പിടങ്ങളും ഒരു പ്രത്യേക രസത്തിലാകട്ടോ. വെറുതെ ഒരു ഇരിക്കാനുള്ള സീറ്റ് എന്നുള്ള രീതിയിലല്ല, എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇരിപ്പിടങ്ങളാണ് കാണാൻ. തൂണുകളിലെല്ലാം ഓരോ ആർട്ട് വർക്ക് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം സൺലൈറ്റ് കിട്ടുന്ന മാതിരിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നുണ്ട്. ഇതാണ് അയ യൂണിവേഴ്സ്. അവരുടെ ക്യാപ്ഷൻ തന്നെ എ ട്രിപ്പ് ടു എ ബ്യൂട്ടിഫുൾ യൂണിവേഴ്സ് എന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കൊണ്ടുള്ള ഗാലക്സി, ഫ്ലവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. 12 റൂമുകളുണ്ട്. ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് വന്ന് എടുക്കാനും പറ്റും. ഒരു 1 ഡേ കാണാനുള്ളതുണ്ട്, അതുകൊണ്ട് നമ്മൾ കയറിയില്ല. ഇനി ഈ ടിക്കറ്റിന് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. എല്ലാ റെസ്റ്റോറൻറ്റുകളും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തേക്കുന്നത്. കാണാൻ എന്ത് ഭംഗിയാണ്. ഇപ്പം എൻ്റെ പുറകിലുള്ള ഇത് കോഫി ക്ലബ്ബ് നോക്കിക്ക്, എന്ത് രസമാണ് ഇത് കാണാനായിട്ട്. ലൈറ്റൊക്കെ ഇട്ട് അതിൻ്റെ ആ ഒരു പ്രത്യേക ആംബിയൻസ് ആയിരിക്കും അതിനകത്ത് കയറി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അല്ലേ. നമുക്കൊന്ന് കയറി ഇരുന്ന് ഫുഡ് കഴിച്ച് നോക്കണോ വെച്ചാൽ വേണ്ടല്ലേ, പോക്കറ്റ് കയറണ്ട. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, കാരണം ഇത് മാളായതുകൊണ്ട്. അവിടെ പോയി കഴിച്ചാലേ നമ്മുടെ വയറ് ഫുള്ളായിരിക്കും, പക്ഷെ നമ്മുടെ വാലറ്റ് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. പിന്നെ പുറത്തോടെ ഒക്കെ ഒന്ന് കാണാനാണ്, അതൊന്നും കയറുന്നില്ല. ഇത്ര വലിയ സാഹസത്തിനൊന്നും നമ്മൾ മുതിരുന്നില്ല. നമ്മൾ പിള്ളേരുടെ പിന്നെ സൺഡേ ക്ലാസ് കഴിഞ്ഞ വാർഡ് തന്നെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. പള്ളിയിൽ പോയിട്ട് പിള്ളേരെയും കുട്ടി നേരെ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ പിന്നെ ഈ മാളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങി. അപ്പം ഫുള്ളൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഏതായാലും ഉച്ച സമയത്ത് നമ്മൾ ഫ്രീ ആണല്ലോ, പിന്നെ ശനിയാഴ്ച ദിവസം എല്ലാവർക്കും അവധി. നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയായിരിക്കും. ഇതെല്ലാം ഒറിജിനൽ അല്ല കേട്ടോ, എല്ലാം പ്ലാസ്റ്റിക് ചെടികളാണ് ഇവിടെ. ചില മാളിൽ കംപ്ലീറ്റ് ആയിട്ട് ഒറിജിനൽ ചെടികളായിരിക്കും, ചില മാളിൽ അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിരിക്കും. ഇവിടുത്തെ മിക്ക ചെടികളും ഒറിജിനൽ അല്ല, പക്ഷെ ഒറിജിനൽ പോലെ തോന്നും. അടിപൊളിയാ. ഇച്ചക്കുട്ടി താണ്ടെ ഒരു പട്ടിക്കുട്ടീനെ കൺട്രോൾ ചെയ്യുന്നു. ഓ അവൻ്റെ വാലാട്ടി കാണിക്കുന്നുണ്ടല്ലോ ചുട്ടി. അവൻ പോകുന്നുണ്ടോ? പതുക്കെ പോകാൻ നോക്കുന്നുണ്ട്. ചുട്ടി വിചാരിക്കുന്നിടത്തേക്കൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട് അവനെ. ഓ ആണ്ടെ അവൻ ഓടാൻ നോക്കുന്നു ചുട്ടി. ഈ ഷോപ്പ് ഒരു അടിപൊളി ഷോപ്പാണ് കേട്ടോ, അൽ വാഷിയ എന്നുള്ള ഈ ഷോപ്പ്. ഈ ഷോപ്പിനകത്ത് നിന്ന് നമ്മൾ കുറേ നൂലുകളുണ്ട്, ഡിഫറെൻറ്റ് കളറായിട്ടുള്ള കുറേ നൂലുകളുണ്ട്. ഈ നൂലുകൾ നമ്മൾ വാങ്ങിക്കാം.
എന്നിട്ട് നമുക്ക് അതും കൊണ്ട് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാം. ഇത് കണ്ടോ, ഫോർ എക്സാമ്പിൾ ഇതൊക്കെ അവർ ഉണ്ടാക്കി ഇട്ടിരിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ 2 ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ ഇരുന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ അവർ നമ്മളെ പഠിപ്പിച്ച് തരും, ക്ലാസ് എടുത്ത് തരും. അങ്ങനെ നമുക്ക് പഠിച്ചിട്ട് ഇതുപോലെ സാധനങ്ങൾ തുന്നിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഷോപ്പാണിത്. അപ്പം ഉള്ളിൽ കുറേ ഉണ്ട് കാണാനുണ്ട്. പിന്നെ അവിടെ ആൾക്കാർ, ടീച്ചേഴ്സ് ഇരുന്ന് പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർ, ലോക്കൽസ് ആൾക്കാരാണ് ഇന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ കുഴപ്പമാവണ്ടെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ്. ഇതിൻ്റെ അകത്ത് ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ കണ്ടാൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. ഇങ്ങനെ ഓരോരുത്തർ നെയ്ത് വെച്ച സാധനങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. നോക്ക്, എല്ലാത്തിനെയും കാണാൻ എന്ത് ഭംഗിയാണെന്ന്. ഇത് കണ്ടോ, സ്കൂട്ടറൊക്കെ നോക്കാക്കി വെച്ചിരിക്കുന്നത്, എന്ത് രസമാണ് കാണാൻ. ഈ പാവേനെ ഡോളിനെയൊക്കെ ആക്കിയിരിക്കുന്നത്. ചേട്ടൻ എടുത്തോണ്ട് പോവാണേ. അങ്ങനെ നമ്മൾ വാഫി മാളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ ഉച്ച സമയം 1:30 നമ്മൾ നേരെ ക്ലാസ് കഴിഞ്ഞ ഉടനെ പിള്ളേരെ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ട് ഇനി ഫുഡ് കഴിക്കേണ്ട സമയമായി. അപ്പോൾ നമ്മളൊരു മന്തി കഴിക്കാൻ ഓർത്തുകൊണ്ട് നോക്കിയതാണ്. ഇതിൻ്റെ അകത്ത് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കഴിക്കുന്ന ആ ഒരു മന്തി തിരഞ്ഞു നോക്കുമ്പോൾ കണ്ടില്ല. അപ്പോൾ നമ്മളോർത്തുന്ന പുറത്ത് പോയിട്ട് മന്തി കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ മന്തി കഴിക്കാനായിട്ട് ഇറങ്ങുവാണ്. അപ്പം വാഫി മാളിന് ബൈ ബൈ അല്ലേ. ഇത്